നല്ല പടമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾക്ക് ശേഷം പഴയ ദിലീപേട്ടന് ഒരു കംബാക്കാണ്. കാരണം നമ്മൾ ഇത്രയും നാളും അറിയാലോ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു നല്ലോണം എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്, ഒരേ സമയം ഇമോഷണൽ ആക്കുന്നുണ്ട്. പിന്നെ നായികയാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ കിലുക്കൻ സിനിമയിലെ രേവതി ചേച്ചിയുടെ ആ ഒരു ഇതൊക്കെ തോന്നും. നമുക്ക് നല്ല സ്റ്റോറിയും നല്ലതാണ്. ഒരു കഥ അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കഥയും പിന്നെ ഡയറക്ഷൻ, ഈവൻ സോങ്സും. അഫ്സലൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ്റെ ഒരു പാട്ട്, സൂപ്പർ ഹിറ്റ് പാട്ട്. എല്ലാ പാട്ടുകളും അഫ്സലൊക്കെയാണല്ലോ പാടുന്നത്. നല്ല പാട്ട്. പടം പക്ക കോമഡി എന്ന് പറയില്ല, പടം പക്ക ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ പറയും ഈ ബാക്കി കാര്യങ്ങൾ. പഴയ ദിലീപേട്ടനെ നമുക്ക് ഇതിനകത്ത് കാണാം. തുടരും എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഉഗ്രനായിട്ടുണ്ട്. ടൈലൻഡിൽ നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഷാരിസിൻ്റെ തിരക്കഥ, ബിൻഡോയുടെ സംവിധാനം എല്ലാം ഒന്നിനൊന്നൊരു മെച്ചമാണ്. ഡെഫിനറ്റ്ലി ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. അടിപൊളി. നായിക സൂപ്പർ. ചിരിക്കാനുണ്ട്. ദിലീപ് പഴയ ദിലീപിനെ തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് ബെസ്റ്റായിട്ടുണ്ട്. എല്ലാവരും കാണുക, ഫാമിലിയായിട്ട് കാണും. നല്ലൊരു പടം, അടിപൊളി പടമാണ്. ഗംഭീര പരിപാടി വെച്ചിരിക്കുന്നത്. നമ്മളെ ഫാമിലിക്ക് വേണ്ടി ഒരു നല്ലൊരു മൂവിയാണ്. ദിലീപ് നല്ലൊരു മൂവിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല മൂവി, നല്ല ബാക്കപ്പുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ പക്ക കാസ്റ്റിംഗ് ആണ്. ദിലീപേട്ടൻ്റെ നമ്മൾ മുന്നേ പഴയ ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട അതേ കോമഡീസ് ഉണ്ട്. പിന്നെ ഇത് സൊസൈറ്റിക്ക് വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു ഫിലിം കൂടിയാണ്.